ഡോക്ടർ മനുലാൽ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു റിപ്പോർട്ടുണ്ട്. അതായത് ഈ സംസ്ഥാനത്ത് പ്രളയവും ഉരുൾപൊട്ടലും തടയാനുള്ള വിദഗ്ധ സമിതി 2019 പ്രളയാനന്തരം തയ്യാറാക്കിയ റിപ്പോർട്ട്. അതിൽ ചില സൂചനകളുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ മനുഷ്യ ഇടപെടലുകൾ കുറയ്ക്കണം, ചെരിഞ്ഞ സ്ഥലങ്ങളിൽ സസ്യജാലങ്ങൾ വെച്ചുപിടിപ്പിക്കണം, മണ്ണിടിച്ചിലിനും ഇടയാക്കുന്ന ടാപ്പ് റൂട്ട് സംവിധാനം നിർത്തണം, ലോല മേഖലകളിൽ വീട് വയ്ക്കാൻ കുഴിക്കുന്നതും മണ്ണിടിച്ച് നിരപ്പാക്കുന്നതും ഒഴിവാക്കണം, ഉയർന്ന ഭാഗങ്ങളിൽ അരുവികളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തരുത്, അതിശക്തമായ മഴയ്ക്കുള്ള കാരണം പരിശോധിച്ചു വേണം എല്ലാം ചെയ്യാൻ, ഇത്തരം സമയങ്ങളിൽ ഉണ്ടാകാനിടയുള്ള ആപത്തുകളെക്കുറിച്ച് മുൻകൂട്ടി എറിഞ്ഞ് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇങ്ങനെ 6 മാസം കൊണ്ട് വിപുലമായൊരു റിപ്പോർട്ട് ആ സമിതി സമർപ്പിച്ച് സംസ്ഥാന ആസൂത്രണ ബോർഡ് വഴി സർക്കാരിന് നൽകുന്നു. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ നിർദ്ദേശങ്ങളില്ലാത്തതല്ല ഇവിടുത്തെ പ്രശ്നം. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഇച്ഛാശക്തി ഇല്ലാത്തതാണ് കുഴപ്പം, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നിയമങ്ങളുടെ കുറവല്ല, അത് പാലിക്കുന്നതിലുള്ള ഒരു വൈമുഖ്യം നമ്മൾ പൊതു സ്വഭാവമാണല്ലോ. അപ്പോൾ ഏത് നിയമങ്ങൾ വന്നാലും ആ നിയമങ്ങൾ പരിപൂർണമായിട്ട് ഇൻറ്റേർണലൈസ് ചെയ്യുക എന്നുള്ള ഒരു കൾച്ചർ നമ്മുടെ പൊതുസമൂഹത്തിനില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. കാരണം ഏത് ഭാഗത്തെടുത്തു കഴിഞ്ഞാലും അവിടെ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ലാൻഡ് യൂസ് പാറ്റേൺ അല്ലെ കൺസ്ട്രക്ഷൻ രീതികൾ നമ്മളെല്ലാവരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു രീതിയിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഏത് നിയമങ്ങൾ വന്നാലും കർശനമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ പലയിടത്തും ഉണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ടെൻഡൻസി കേരളത്തിലെ പൊതുസമൂഹത്തിന് എവിടെയുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങൾ എത്ര സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞാലും ശരി, കേരളത്തിലെ മിക്കവാറും പല ജില്ലകളും പല വില്ലേജുകളും ഇത്തരത്തിൽ ഡിമാർക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എക്കോ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ലാൻഡ് സ്ലൈഡ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡിസാസ്റ്റർ സെൻസിറ്റീവ് ആയിട്ടുള്ള സോണുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ സോണുകൾ പഞ്ചായത്തിൻ്റെ ഇൻഫോർമേഷനിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ കൃഷി രീതികൾ അവലംബിക്കുന്ന രീതിയാകട്ടെ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതാകട്ടെ, പ്ലാന്റേഷൻ ആവട്ടെ, ഏതെങ്കിലും ചെറിയ തോതിലുള്ള കൺസ്ട്രക്ഷൻ ആകട്ടെ, ഇതൊക്കെ സ്വന്തം തന്നിഷ്ടപ്രകാരം ചെയ്യുന്ന രീതി പല സ്ഥലങ്ങളിലും ഉണ്ടെന്നുള്ളത് മനുഷ്യൻ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു സ്വഭാവം കിടക്കുകയാണ്. അതിനെ ഒരു മാറ്റം വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വർഷങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അടുത്ത ജനറേഷൻ ഇതിനോടൊക്കെ വളരെ ആഭിമുഖ്യം സ്വീകരിക്കുന്ന ഒരു സമൂഹമായി മാറിയേക്കാം.